റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റം. റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ DNA രണ്ട് സ്ട്രാൻഡ് ബ്രേക്ക് ആകുമ്പോൾ ആ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഹെൽപ്പ് ചെയ്യാൻ, അതായത് രണ്ട് സ്ട്രാൻഡ് ബ്രേക്ക് ആയി പോകുമ്പം അതിനെ റിപ്പയർ ചെയ്തെടുക്കുന്ന ഒരു മെക്കാനിസമാണ് റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റം എന്ന് പറയുന്നത്. അത് എങ്ങനെ ഇത് വർക്കാവുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ DNA ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ആയി പോകുന്ന അവസ്ഥയിൽ അനദർ ഇനാക്ട് DNA മോളിക്യൂൾസ് ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്ത് അതിനെ റിപ്പയർ ചെയ്തെടുക്കുന്നു. ഇങ്ങനെ റിപ്പയർ ചെയ്യുമ്പോൾ ജനറ്റിക് ഇൻഫോർമേഷൻ ലോസ് ചെയ്യാതെയും ചേഞ്ച് ചെയ്യാതെയും അതിനെ രണ്ട് സ്ട്രാൻഡിനെ റിപ്പയർ ചെയ്തെടുക്കുന്ന മെക്കാനിസമാണ് റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റം. ഇനി DNA ഡാമേജ് ഉണ്ടാകുന്നത് ഏതൊക്കെ തരത്തിലാണെന്ന് പറയാം. ആദ്യത്തേത് എൻഡോജീനിയസ് കോസസ്, റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷീസ്, അതായത് സെല്ലുലർ റെസ്പിറേഷൻ നടക്കുന്നതിൻ്റെ സമയത്ത് ഹാർംഫുൾ ആയിട്ടുള്ള മോളിക്യൂൾസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത് ബേസിസിന് ചെന്ന് ഓക്സിഡൈസ് ചെയ്യും, അങ്ങനെ DNA ഡാമേജ് സംഭവിക്കാം. പിന്നെ അടുത്തത് റെപ്ലിക്കേഷൻ എറേഴ്സ്. റെപ്ലിക്കേഷൻ എറേഴ്സ് എന്ന് പറയുമ്പോൾ DNA പോളിമറേസ് DNA കോപ്പി ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമ്പോൾ റോങ് ബേസ് പെയർ സംഭവിക്കുകയോ അതുപോലെ റോങ് ബേസ് പെയർ സംഭവിച്ചിട്ട് മ്യൂട്ടേഷൻ സംഭവിക്കും. അങ്ങനെ DNA ഡാമേജ് വരാം. അടുത്തെന്ന് പറയുമ്പോൾ സ്പോണ്ടേനിയസ് ഹൈഡ്രോളൈസിസ്, അതായത് ലോസസ് ഓഫ് ബേസസ് ഓർ ചേഞ്ച് ഇൻ ബേസ് സ്ട്രക്ചർ, അതായത് സെല്ലിനകത്തുള്ള വാട്ടർ കണ്ടൻറ്റ് ബേസിസിന് ലോസ് ചെയ്യാൻ കാരണമാകുന്നു. അതായത് മെയിനായിട്ട് പ്യൂറിൻസിനെ ലോസ് ചെയ്യുന്നു, അതാണ് ഡിപ്യൂറിനേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ബേസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുന്നു, അതിനാണ് പറയുന്നത് ഡിയാമിനേഷൻ. അടുത്തത് മീഥൈലേഷൻ ഇറർസ്. മീഥൈലേഷൻ ഇറർസ് എന്ന് പറയുമ്പോൾ മീഥൈലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഒരു നോർമലായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. സംടൈംസ് ഇത് റോങ് പ്ലേസിൽ നടക്കുമ്പോൾ ഈ ജീൻ ഓണും ഓഫും ആകാനുള്ള ചാൻസ് ഉണ്ടാകും. അങ്ങനെ ചെയ്യുമ്പോൾ മ്യൂട്ടേഷനും ഡിസീസസിനും കാരണമാണ്. ഇങ്ങനെ മ്യൂട്ടേഷൻ വരുമ്പോഴാണ് DNA ഡാമേജ് സംഭവിക്കുന്നത്. അടുത്തത് എക്സോജീനിയസ് എക്സ്റ്റേണൽ കോസസ്. അൾട്രാവയലറ്റ് റേഡിയേഷൻ. അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് പറയുമ്പോൾ സൺലൈറ്റിനാണ് അൾട്രാവയലറ്റ് റേഡിയേഷൻ എന്ന് പറയുന്നത്. അതായത് causes thymine dimers leading to distorted DNA structure. Two thymine bases in a DNA stick together wrongly. അതായത് DNAയിലുള്ള രണ്ട് thymine bases റോങ് ആയിട്ട് ഒരുമിച്ച് സ്റ്റിക്ക് ടുഗദർ, ഏതെങ്കിലും പാർട്ടിൽ റോങ് ആയിട്ട് സ്റ്റിക്ക് ചെയ്യുന്ന ആ സമയത്ത് DNA ഡബിൾ സ്ട്രാൻഡ് ബ്രേക്സ് ഉണ്ടാകാം. അടുത്തത് അയോണൈസിങ് റേഡിയേഷൻ. അയോണൈസിങ് റേഡിയേഷൻ സജാസ് എക്സ്റേസ്, ഗാമാ റേസസ് ഒക്കെ ചേർന്നിട്ട് ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ആകാനും അതുപോലെ ബേസ് മോഡിഫിക്കേഷൻ ഉണ്ടാകാനും കാരണം. ബേസ് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ബേസ് പെയറിന് ചേഞ്ചസ് ഉണ്ടാകുന്ന ഇതിന് പറയുന്ന പേരാണ് ബേസ് മോഡിഫിക്കേഷൻ. അടുത്തത് കെമിക്കൽ ഏജൻറ്റ്സ്. ആൽക്കലൈറ്റിംഗ് ഏജൻറ്റ്സ് വിച്ച് മീൻസ് ആഡ് ആൽക്കലൈറ്റ് ഗ്രൂപ്പ് ടു DNA ബേസസ്, അതായത് DNA ബേസസിൽ ആൽക്കലൈറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് ബേസ് പെയറിങ് ചേഞ്ച് ആകുക. അടുത്തത് ഇൻ്റർകലക്റ്റിംഗ് ഏജൻറ്റ്സ്. ഇൻ്റർകലക്റ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുമ്പോൾ ബേസിൻ്റെ ഇടയ്ക്ക് ഇൻ്റർകലക്റ്റിംഗ് ഏജൻസി ഇൻസേർട്ട് ചെയ്തിട്ട് ആ സീക്വൻസിനെ ചെന്ന് മെസ്സപ്പ് ചെയ്യുന്നു, അതിന് പറയുന്ന പേരാണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ. ഈ ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഈ പ്രോട്ടീൻ കോഡിങ്ങിന് തന്നെ വലിയൊരു പ്രോബ്ലമാണ്. അടുത്തത് ബേസ് അനലോഗ്സ്. ബേസ് അനലോഗ്സ് എന്ന് പറയുമ്പോൾ ഫേക്ക് ആയിട്ടുള്ള DNA ബേസസ് ഉണ്ടായിട്ട് അത് ഇൻകറക്റ്റ്ലി ചെന്ന് പെയർ ചെയ്യുമ്പോൾ ഇതിനെ DNA കോപ്പി ചെയ്യും. അപ്പോൾ ഇത് ഇൻകറക്റ്റ്ലി ആണല്ലോ ഇത് പെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ DNA ഇത് കോപ്പി ചെയ്യുമ്പോൾ DNA ഡാമേജസ് ഉണ്ടാകും. അടുത്തത് പൊല്യൂട്ടൻ ആൻഡ് ടോക്സിൻസ്. ലൈക്ക് ബെൻസിൻ, അസ്ബസ്റ്റോസ് ആൻഡ് ടൊബാക്കോ സ്മോക്ക്, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്രീത്ത് ചെയ്യുമ്പോഴോ നമ്മുടെ DNAയുടെ ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് ആവാൻ ചാൻസസ് ഉണ്ട്. അടുത്തത് കീമോതെറാപ്പി ഡ്രഗ്സ് വേ ടു കിൽ ക്യാൻസർ സെൽസിനെ കിൽ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നെങ്കിൽ ബട്ട് സംടൈംസ് ഇറ്റ് എഫക്ട് നോർമൽ സെൽസ് ഓൾസോ. സംടൈംസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കീമോതെറാപ്പി ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ക്യാൻസർ സെൽസിനെ കൂടാതെ നോർമൽ സെൽസിനെ അഫക്റ്റ് ചെയ്യുമ്പോൾ DNA ഡാമേജസ് ഉണ്ടാകാം. അടുത്തത് വൈറസ്. ചില വൈറസിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അവരുടെ DNA നമ്മുടെ DNA ആയിട്ട്
ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരിതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ നോർമൽ ജീൻ ഫങ്ഷനെല്ലാം ഡിസ്ട്രപ്റ്റ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അടുത്തത് ടൈപ്സ് ഓഫ് DNA ഡാമേജ് ആണ്. സിംഗിൾ സ്ട്രാൻഡഡ് ബ്രേക്സ്. ടൈപ്സ് ഓഫ് DNA ഡാമേജ്. സിംഗിൾ സ്ട്രാൻഡ് ബ്രേക്സ് എന്ന് പറയുമ്പോൾ DNA-ക്ക് 2 സ്ട്രാൻഡ്സ് അല്ലേ ഉള്ളത്. അതിൻ്റെ ഒരു സ്ട്രാൻഡ് മാത്രം ബ്രേക്ക് ആയി പോകുന്ന ഒരു ഇതിന് പറയുന്നതിനാണ് സിംഗിൾ സ്ട്രാൻഡ് ബ്രേക്സ്. ഇത് ഡ്യൂ ടു റേഡിയേഷൻ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒക്കെ കൊണ്ടാകാം. അടുത്തത് ഡബിൾ സ്ട്രാൻഡ് ബ്രേക്സ് എന്ന് പറയുമ്പോൾ 2 സ്ട്രാൻഡിനും എന്തെങ്കിലും ഡാമേജ് വരുന്ന അത് ബ്രേക്ക് ആയി പോകുന്ന അവസ്ഥയിൽ പറയുന്നതിനാണ് ഡബിൾ സ്ട്രാൻഡ് ബ്രേക്സ്. അടുത്തതായി ബേസ് മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ നടക്കും. അതായത് ഡ്യൂ ടു ഓക്സിഡേഷൻ DNA ബേസസിന് ചേഞ്ചസ് വരുന്നത് പറയുന്നതാണ് കംപ്രൈസസ് ഓക്സിഡേഷൻ. ആൽക്കലൈസേഷൻ എന്ന് പറയുമ്പോൾ കെമിക്കൽ ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും ബേസസിന് ചേഞ്ച് വരിക. അതുപോലെ ഡീഅമിനേഷൻ എന്ന് പറഞ്ഞാൽ അമിനോ ഗ്രൂപ്പ്സിനെ റിമൂവ് ചെയ്യുമ്പോൾ ബേസ് പെയറിൽ എന്തെങ്കിലും വ്യത്യാസം വരിക. അതുപോലെ തന്നെ ഹൈഡ്രോളിസിസ് വരുമ്പോൾ സംഭവിക്കാം. സെൽസിൽ വാട്ടർ കണ്ടക്ട് വരുമ്പോൾ ഡിക്ലോറിനേഷൻസ് ഒക്കെ സംഭവിക്കാം. അങ്ങനെ സംഭവിക്കുമ്പോൾ ബേസിൻ്റെ സ്ട്രക്ചർ തന്നെ മാറുക. അങ്ങനെയുള്ള ബേസിൻ്റെ സ്ട്രക്ചറോ അല്ലെങ്കിൽ ബേസിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്നത് അങ്ങനത്തെ ടൈപ്സ് ഓഫ് DNA ഡാമേജിന് പറയുന്ന പേരാണ് ബേസ് മോഡിഫിക്കേഷൻ. അടുത്തത് ക്രോസ് ലിങ്കിങ്ങിന് 2 തരത്തിലുണ്ട്. ഇൻട്രാസ്റ്റാൻഡ്, ഇൻട്രാസ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ സെയിം സ്ട്രാൻഡുമായിട്ട് ബോണ്ട് ചെയ്യുന്നത്. ഇൻ്റർസ്ട്രാൻഡ് എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സ്ട്രാൻഡുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് റെപ്ലിക്കേഷനും ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ ബ്ലോക്ക് ചെയ്യുക. അതിൽ ഇൻ്റർസ്ട്രാൻഡാണ് മോസ്റ്റ് ഡേഞ്ചറസ്. അടുത്തത് മിസ്മാച്ച്ഡ് ബേസസ് എന്ന് പറയുമ്പോൾ റെപ്ലിക്കേഷൻ്റെ സമയത്ത് ബേസ് പെയറിങ്ങിന് എന്തെങ്കിലും മിസ്റ്റേക്സ് വരുമ്പോൾ അത് DNA ഡാമേജിന് കാരണമാകും. അടുത്തതായിട്ട് റോൾ ഓഫ് DNA റിപ്പയർ മെക്കാനിസം ഇൻ ജീനോമിക് സ്റ്റെബിലിറ്റി. ഇപ്പം ഒരു DNA പ്രോപ്പറായിട്ട് അതിൻ്റെ ഡാമേജ് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുമെന്നാണ് നോക്കുന്നത്. മ്യൂട്ടേഷൻ പ്രിവെൻഷൻ. ഫിക്സിംഗ് DNA ഡാമേജസ് മെയിൻറ്റെയിൻ ജെനറ്റിക് ഇൻറ്റഗ്രിറ്റി, അവോയ്ഡിങ് ഡിലീറ്ററീസ് മ്യൂട്ടേഷൻ പൊട്ടൻഷ്യലി ക്യോസിങ് ക്യാൻസേഴ്സ് ആൻഡ് അതർ ഡിസീസസ്. ഇപ്പം ഒരു പ്രോപ്പറായിട്ട് DNA ഡാമേജ് നടന്നിട്ടില്ലെങ്കിൽ മ്യൂട്ടേഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മ്യൂട്ടേഷൻ ഉണ്ടായ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള DNA റിപ്പയർ നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ മ്യൂട്ടേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അടുത്തത് സെൽ സൈക്കിൾ കൺട്രോൾ. DNA റിപ്പയർ പ്രോസസ് കോർഡിനേറ്റ് വിത്ത് സെൽ സൈക്കിൾ ചെക്ക് പോയിൻറ്റ്സ് ടു അവോയ്ഡ് റെപ്ലിക്കേഷൻ ഓഫ് ഡാമേജ്ഡ് DNA. സെൽ സൈക്കിളിനകത്ത് എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ ഓരോ സെൽ സൈക്കിളിൻ്റെ പ്രോസസ്സിലും ഓരോ ചെക്ക് പോയിൻറ്റിലും എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള DNA കറക്റ്റായിട്ട് നോട്ടീസ് ചെയ്തിട്ട് അതിനെ ആ ചെക്ക് പോയിൻറ്റ്സിനെ അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അവിടെ തന്നെ DNA നിർത്തിക്കൊണ്ട് തന്നെ ഡാമേജ് ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്ത ഫേസിലേക്ക് ഇത് കടത്തിവിടത്തുള്ളൂ. അടുത്തത് ജീനോമിക് സ്റ്റെബിലിറ്റി അവോയ്ഡൻസ്. ഒരു DNAക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഡാമേജസ് സംഭവിക്കുകയാണെങ്കിൽ ക്രോമസോമൽ റീഅറേഞ്ച്മെൻറ്റ് ഉണ്ടാകാനും സെൽ ഡെത്തിനും ഒക്കെ കാരണമാകും. അടുത്തത് പ്രോപ്പർ ഡെവലപ്മെൻറ്റ് ആൻഡ് ഏജിങ്. ഇപ്പോൾ DNA റിപ്പയർസ് ശരിക്കും നടന്നില്ലെങ്കിൽ ഏജിങ്ങിനും അബ്നോർമാലിറ്റീസിനും ഒക്കെ കാരണമാകും. പിന്നെ ഈ DNA റിപ്പയർ പ്രോസസ്സ് നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് സെറഡോമ പിഗ്മെൻറ്റോസം, അറ്റേഷ്യ തെലാഞ്ചിസ്കെസ്റ്റിയ, ഹെറിഡിറ്ററി നോൺ പോളിപോസിസിസ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അധികം ഡിസീസസ് ഈ DNA ഡാമേജ് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ട് വരാൻ ചാൻസസ് ഉണ്ട്. അടുത്തത് ഡബിൾ സ്ട്രാൻഡ് ബ്രേക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് നോക്കാൻ പോകുന്നത്. ഡബിൾ സ്ട്രാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് DNAയുടെ 2 സ്ട്രാൻഡ് ബ്രേക്കായി പോകുന്ന ആ ഒരു ഡാമേജിന് പറയുന്നതാണ് ഡബിൾ സ്ട്രാൻഡ് ബ്രേക്സ്. ഈ
ഇതൊരു ഇത് ഈ ഡാമേജസ് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ആയില്ലെങ്കിൽ സെൽ ഡെത്ത് മ്യൂട്ടേഷൻസും ഒക്കെ സംഭവിക്കാൻ ചാൻസസ് ഉണ്ട്, സംഭവിക്കും. അപ്പം ഇങ്ങനെയുള്ള ഈ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്സിന് മുമ്പ് റിപ്പയർ ചെയ്ത് എടുക്കുന്ന രണ്ട് റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റമാണ് ഹോമോലോഗസ് റീകോമ്പിനേഷനും അതുപോലെ തന്നെ നോൺ ഹോമോലോഗസ് എൻജോയിനിങ് റിപ്പയർ സിസ്റ്റവും. പിന്നെ ഈ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്സ് എന്തൊക്കെ കൊണ്ടാണ് വരാൻ ചാൻസ് എന്ന് പറയുന്നത് എക്സോജീനിയസ് കേസസ് ആയിട്ടുള്ള അയോണൈസിങ് റേഡിയേഷൻ കെമിക്കൽ ഏജൻറ്റ്സ്, യു വി റേഡിയേഷൻ, ഇതൊക്കെ കൊണ്ട് DSPs ഡബിൾ സ്റ്റാൻഡ് ബ്രേക്സ് സംഭവിക്കാം. ഇനി അടുത്തത് എൻഡോജീനിയസ് കേസസ്, റെപ്ലിക്കേഷൻ സ്ട്രെസ്, മെറ്റാബോളിക് ബൈ പ്രോഡക്ട്സ്, ക്രോമസോമൽ റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും എൻഡോജീനിയസ് കേസസ് ഉണ്ടാകുമ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് ആവാനും ചാൻസസ് ഉണ്ട്. അടുത്തത് കോൺസിക്വൻസ് ഓഫ് അൺപ്രിപ്പയർഡ് DSBs. ഇപ്പോൾ ഈ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്സ് റിപ്പയർ ആയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കും? മ്യൂട്ടേഷൻ സംഭവിക്കും, ക്രോമസോമൽ അബ്രേഷൻസ് സംഭവിക്കും, സെൽ ഡെത്ത് സംഭവിക്കും, അപ്പോട്ടോസിസ് എന്ന് പറയുമ്പോൾ സെൽസ് കിൽസ് ഇറ്റ്സെൽഫ്, അതായത് സ്വയം സെൽസ് അതിനെ തന്നെ അറ്റാക്ക് ചെയ്ത് കില്ല് ചെയ്യുന്ന അവസ്ഥ. പിന്നെ ക്യാൻസർ, പിന്നെ ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ് സച്ച് ആസ് അൾഷിമേഴ്സ്, പാർക്കിൻസൺസ് ഡിസീസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്സ് മൂലം ഉണ്ടാകും. ഈ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്സ് പ്രോപ്പറായിട്ട് റിപ്പയർ ആയില്ലെങ്കിൽ. ആദ്യമായിട്ട് പറയുന്നത് ഹോമോലോഗസ് റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റമാണ്. ഹോമോലോഗസ് റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഡബിൾ സ്റ്റാൻഡിനെ ഫിക്സ് ചെയ്യാനുള്ള ഒരു റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റത്തിൻ്റെ പേരാണ് ഹോമോലോഗസ് റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റം. മെയിൻലി ഇത് നടക്കുന്നത് S ഫേസിൻ്റെയും G2 ഫേസിൻ്റെ ഇടയ്ക്കാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ സമയത്ത് മാത്രമേ ഉള്ളൂ സിസ്റ്റർ ക്രോമാറ്റിഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത്. സിസ്റ്റർ ക്രോമാറ്റിഡ്സ് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് ആയി പോകുന്ന അവസ്ഥ, അതിൻ്റെ എക്സാക്ട് കോപ്പി കിട്ടുന്നത് സിസ്റ്റർ ക്രോമാറ്റിഡ് മാത്രമാണ്. അതുപോലെ തന്നെ ജനറ്റിക് ഇൻഫർമേഷനെ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ സിസ്റ്റർ ക്രോമാറ്റിഡിൻ്റെ ഹെൽപ്പ് വേണം. അതുകൊണ്ടാണ് നമ്മൾ സിസ്റ്റർ ക്രോമാറ്റിഡ് യൂസ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ ഹോമോലോഗസ് റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റം നടക്കത്തുള്ളൂ. അടുത്തത് ഇതിൻ്റെ സ്റ്റെപ്സാണ്. സ്റ്റെപ്സ് എന്ന് പറയുമ്പം ആദ്യമേ തന്നെ നമുക്ക് ഈ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് ആയി പോകുന്നു. ഈ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്ക് ആയി പോകുന്ന ഈ സിറ്റുവേഷൻ ആദ്യമേ ഡിറ്റക്റ്റ് ചെയ്യുന്ന കോംപ്ലക്സ് ആണ് mRNA കോംപ്ലക്സ്. ഈ mRNA കോംപ്ലക്സ് ആണ് ആദ്യമേ ഇങ്ങനൊരു ബ്രേക്ക് ഡാമേജ് ഉണ്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്നത് ഈ mRNA കോംപ്ലക്സ് ആണ്. ആഫ്റ്റർ ദാറ്റ് ഈ mRNA കോംപ്ലക്സ് ഈ 18 കൈനസസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീനെ ചെന്ന് ആക്ടിവേറ്റ് ചെയ്യും. ഈ 18 കൈനസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് സെൽസിന് സിഗ്നൽ കൊടുക്കും. ഇങ്ങനെ ഒരു ഡാമേജസ് ഉണ്ടെന്ന് സിഗ്നൽ കൊടുക്കുന്നത് ATM കൈനസസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഈ mRNA കോംപ്ലക്സ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ATM കൈനസിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ആ ATM കൈനസിസ് പ്രോട്ടീന് മറ്റുള്ള സെൽസിന് സിഗ്നൽ കൊടുക്കും ഇങ്ങനെയൊരു ഡാമേജ് ഉണ്ടായെന്ന്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പാണ് എൻഡ് റീസെക്ഷൻ. എന്ന് പറയുമ്പം ഒരു DNA സ്ട്രാൻഡ് 5' എൻഡും 3' എൻഡും ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പം ഈ ഒരു DNA ഡബിൾ സ്ട്രാൻഡും ബ്രേക്ക് ആയി പോകുന്ന ആ സമയത്ത് ഈ 5' എൻഡും 3' എൻഡും ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം
ഈ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ 5' എൻഡിനെ ട്രിം ഔട്ട് ചെയ്ത് കളയുന്ന ആ പ്രോസസ്സാണ് രണ്ടാമത്തെ സ്റ്റെപ്പിനകത്ത് ഉള്ളത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രണ്ട് തരത്തിലുള്ള റീസെക്ഷൻസ് ഉണ്ട്. ഒന്ന് ഷോർട്ട് റീസെക്ഷനും രണ്ടാമത്തത് ലോങ് റീസെക്ഷനും. ആദ്യത്തെ ഷോർട്ട് റീസെക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത് MERE11 എന്ന് പറഞ്ഞ കോംപ്ലക്സും CTIP എന്ന് പറയുന്ന പ്രോട്ടീൻസും കൂടെ ചേർന്നിട്ടാണ് ആദ്യത്തെ ഷോർട്ട് റീസെക്ഷനിനകത്ത് 5' എൻഡിനെ ട്രിം ഔട്ട് ചെയ്ത് കളയാൻ ഹെൽപ്പ് ചെയ്യുന്നത്. MERE11 കോംപ്ലക്സും CTIP എന്ന് പറഞ്ഞ പ്രോട്ടീൻസുമാണ് ഈ 5' എൻഡിനെ ട്രിം ഔട്ട് ചെയ്ത് കളയുന്നത്. അടുത്തതായിട്ട് ലോങ് റീസെക്ഷനകത്ത് XO1ഉം അതുപോലെ തന്നെ DNA2+B എല്ലാം WRNA എന്ന് പറയുന്ന പ്രോട്ടീൻസും ചേർന്നിട്ടാണ് 5' എൻഡിനെ ട്രിം ഔട്ട് ചെയ്താണ് അതിന്. ഈ 5' എൻഡിനെ ട്രിം ഔട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് പ്രോസസ്സ് നടക്കത്തുള്ളൂ. അതായത് 3' ഓവർഹാങ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ സിസ്റ്റർ ക്രൊമാറ്റിൻ്റെ എക്സാക്റ്റ് മാച്ച് സിസ്റ്റർ ക്രൊമാറ്റിറ്റുമായിട്ട് മിക്സ് ആയിട്ട് പോയിട്ടുള്ള എക്സാക്റ്റ് മാച്ചിങ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ 3' ഓവർഹാങ് ഈ സ്റ്റെപ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നത്. അത് കഴിയുമ്പം RPA എന്ന് പറയുന്ന ബൈൻഡിങ് പ്രോട്ടീൻസ് ഇപ്പോൾ ഈ 3' ഓവർഹാങ്സ് ആണല്ലോ ഉള്ളത്. അപ്പോൾ ഈ RPA ബൈൻഡിങ് പ്രോട്ടീൻസ് ചെന്നിട്ട് ഈ 3'ലേക്ക് ചെന്ന് അറ്റാച്ച് ചെയ്യും. അതായത് സിംഗിൾ സ്ട്രാൻഡ് DNAയിലേക്ക് ഇപ്പം സിംഗിൾ സ്ട്രാൻഡ് ആണല്ലോ അതിനകത്ത് ചെന്ന് അറ്റാച്ച് ചെയ്ത് ഒരു ഗ്ലൗസ് ആയിട്ടാണ് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. എന്നാന്ന് വെച്ചാൽ വേറൊരു ഡാമേജും ഉണ്ടാകാതെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. അതായത് ഈ വേറൊരു പുതിയ ഡാമേജസും ഉണ്ടാകാതെ ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത് RPA ബൈൻഡിങ് പ്രോട്ടീനാണ്. അത് കഴിഞ്ഞിട്ട് RAD51 വരും. RAD51 ആണ് ഇതിനെ RPAനെ റീപ്ലേസ് ചെയ്യുന്നത്. RPAനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ന്യൂക്ലിയർ പ്രോട്ടീൻ ഫിലമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യും. അതായത് ഈ പച്ച കളറിൽ ഇരിക്കുന്നത് പോലെയാണ് ഈ RAD51 വന്ന് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെയാണ് അത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർഡ് ഇൻവാഷൻ ഇത് RAD51 കോട്ടർ സ്ട്രെച്ചസ് ഫോർ മാച്ചിങ് സീക്വൻസ്. എന്നിട്ട് ഈ RAD51 ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ്സ് എക്സാക്റ്റ് മാച്ചിങ് സീക്വൻസ് ഈ സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന് സെർച്ച് ചെയ്യും. അത് കഴിയുമ്പം ഇൻവാഷൻ RAD51 കോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഈ RAD51 കോട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് മാച്ചിങ് സീക്വൻസ് സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന് വരുന്ന മാച്ചിങ് സീക്വൻസിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ആ സമയത്ത് DNA strands enter the sister DNA strands സിസ്റ്റർ ക്രൊമാറ്റിഡ്സിന് DNA എൻ്റർ ചെയ്തിട്ട് മാച്ചിങ് ആയിട്ടുള്ള സീക്വൻസ് കണ്ടുപിടിക്കും. അത് കഴിയുമ്പോൾ DNA സിന്തസിസ് DNA പോളിമറൈസിന് DNA സിന്തസൈസ് ചെയ്ത് കഴിയുമ്പോൾ സിസ്റ്റർ ക്രൊമാറ്റിനെ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ട് മിസ്സിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം റീസ്റ്റോർ ചെയ്ത് എടുക്കും. അങ്ങനെ റീസ്റ്റോർ ചെയ്തെടുക്കുമ്പോൾ DNA റീബിൽഡ് ആവും. പിന്നെ ഒരു ഹോളിഡേ ജംഗ്ഷൻ ഫോർമേഷൻ ചെയ്യും. അതായത് ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ ഇങ്ങനെ ഒരു ക്രോസ് സ്ട്രക്ചർ കണ്ടോ, അതിനെയാണ് ഹോളിഡേ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഹോളിഡേ ജംഗ്ഷൻ ഉണ്ടായി കഴിയുമ്പോൾ ഫൈനലി സംഭവിക്കുന്നത് ഈ ഡബിൾ ഹെലിക്സ് റീസ്റ്റോർ ആവുകയും DNA ലിഗേറ്റഡ് ആവുകയും ചെയ്യും. ഇങ്ങനെയാണ് ഹോമോലോഗസ് റീകോമ്പിനേഷൻ റിപ്പയർ സിസ്റ്റം വർക്കാവുന്നത്. നോൺ ഹോമോലോഗസ് എൻഡ് ജോയിനിങ് എന്ന് പറയുമ്പോൾ അതിനകത്തെന്ന് പറയുമ്പോൾ ഡബിൾ സ്റ്റാൻഡ് ബ്രേക്സ് ഡാമേജസ് ക്ലിയർ ചെയ്യുന്ന വേറൊരു മെക്കാനിസമാണ് നോൺ ഹോമോലോഗസ് എൻഡ് ജോയിനിങ്. ബട്ട് ഇതിനകത്തെന്ന് പറയുമ്പോൾ എല്ലാ സെൽ ഫേസിൻ്റെ എല്ലാ
ഏത് സ്റ്റേജിലാണെങ്കിലും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ പർട്ടിക്കുലർലി G1 ഫേസസിൽ മാത്രമേ പറ്റത്തുള്ളൂ. പിന്നെ ഇതിനകത്ത് മെയിൻ കാരണം എന്ന് പറയും, മെയിൻ ഒരു ഇതെന്ന് പറയുന്നത് ഹോമോലോഗസ് ടെംപ്ലേറ്റ് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഒരു ക്വിക്കായിട്ടുള്ള റിപ്പയർ പ്രോസസ്സാണ് നോൺ ഹോമോലോഗസ് എൻജോയിങ് റിപ്പയർ മെക്കാനിസം. ഇതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ ആദ്യമേ ഇതിൻ്റെ ഡാമേജ് ഡബിൾ സ്ട്രാൻഡ്സിൽ ഇങ്ങനെ ഒരു ഡാമേജ് വന്നെന്ന് KU17 KU18 എന്ന് പറയുന്ന ഈ രണ്ട് കോംപ്ലക്സ് ട്രിഗർ ചെയ്യും. ഇത് ബാക്കിയുള്ള സെൽസിനെയൊക്കെ ഒരു സിഗ്നൽ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഈ സ്പെഷ്യൽ പ്രോട്ടീൻ ആയിട്ടുള്ള KU17 KU18 രണ്ട് ഈ ബ്രേക്കായി പോയ ഈ DNA ബ്രേക്കായി പോയ ആ സ്ഥലത്ത് നിന്ന് ബൈൻഡ് ചെയ്ത് ഒരു ക്ലിപ്പായിട്ട് ആക്ട് ചെയ്യും. ഈ ഒരു ബൈൻഡ് ചെയ്ത് ക്ലിപ്പ് പോലെ ആക്ട് ചെയ്യും. എന്നിട്ട് ക്ലിപ്പ് പോലെ ആക്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും, വേറൊരു ഫർദർ DNA ഡാമേജ് ഉണ്ടാകാതെ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് അതിനെ ഒരു ബ്രിഡ്ജ് പോലെ ആക്ട് ചെയ്തിട്ട് അതിനെ പുള്ള് ചെയ്ത് ടുഗദറായിട്ട് അടുത്ത് ചെയ്യും. ഈ KU17 KU18 എന്ന് പറഞ്ഞ പ്രോട്ടീൻസ് അതിനെ ക്ലിപ്പായിട്ട് ബൈൻഡ് ചെയ്തിട്ട് അതിനെ രണ്ടും പുൾ ചെയ്ത് ഒരുമിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ടാണ് DNA PKCSൻ്റെ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. DNA PKCSൻ്റെ റിക്വയർമെൻറ്റ് നടക്കുമ്പോൾ വലിയൊരു ചേഞ്ചസ് ഉണ്ടാകും. അതായത് ഈ ഒരു DNA PKCSും KU17 KU18 ചേർന്ന് ഒരു ഹോളോ എൻസൈംസ് സ്ട്രോങ് ടീം ഉണ്ടാകും. അതിൻ്റെ പേരാണ് DNA PK ഹോളോ എൻസൈം എന്ന് പറയുന്നത്. ഇതെന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് ഇതിനെ പ്രോഗ്രസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ഫങ്ഷനാണ് DNA PK ഹോളോ എൻസൈമിൽ ചെയ്യുന്ന റോള്. അതായത് അടുത്ത സ്റ്റെപ്പിലേക്ക് ഇതിനെ ഈ പർട്ടിക്കുലർ DNAനെ കറക്റ്റായിട്ട് പ്രോഗ്രസ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഫങ്ഷനാണ് ഇതിനകത്ത് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് എന്ന് പറയുമ്പോൾ സംടൈംസ് ഇങ്ങനെയുള്ള ഈ DNA ഡാമേജ് സംഭവിക്കുമ്പോൾ അതൊരു കറക്റ്റായിട്ട് ക്ലീനായിട്ട് ട്രിം ചെയ്ത് ഫില്ല് ചെയ്തല്ലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ ട്രിം ചെയ്ത് ഫില്ല് ചെയ്യാൻ വേണ്ടി വേറൊരു പ്രോട്ടീൻസ് വരും. അതിൻ്റെ പേരാണ് ആർട്ടീമിയേസ് എന്ന് പറയുന്നത്. ഈ ആർട്ടീമിയേസ് പ്രോട്ടീൻസ് ചെന്നിട്ട് ഒരു പ്രോപ്പറായിട്ട് അതിനെ ട്രിം ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കും. പോളിമയോയും ലാംഡയും ചേർന്ന് മിസ്സിങ് ആയിട്ടുള്ള ന്യൂക്ലിയോസൈഡ്സും ആഡ് ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്രോപ്പറായിട്ടുള്ള DNA കട്ടിങ്ങും അതുപോലെ തന്നെ ഡാമേജ്ഡ് ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള പീസസിനെയൊക്കെ റിമൂവ് ചെയ്ത് കളയും. അത് കഴിഞ്ഞിട്ട് അറ്റ് ദ എൻഡ് ഇപ്പോൾ ഇത്ര സംഭവിച്ച് കഴിയുമ്പോൾ അറ്റ് ദ എൻഡിൽ DNA ലിഗേസ് 4ഉം SRCC4ഉം SLസും ചേർന്ന് ഒരു ഗ്ലൂ പോലെ ആക്ട് ചെയ്യും. ഗ്ലൂ പോലെ ആക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനെ ഈ DNA ബ്രേക്സ് ഉണ്ടാകുന്ന ആ സ്ഥലത്ത് ഗ്ലൂ ആയിട്ട് ആക്ട് ചെയ്തിട്ട് അത് പെർമനൻ്റ്ലി സീൽ ചെയ്ത് വെക്കും. അങ്ങനെ നമ്മുടെ DNA ഡാമേജ് റിപ്പയർ ആകും. പക്ഷേ ഈ DNA ഡാമേജ് റിപ്പയർ ചെയ്യുന്ന മെക്കാനിസത്തിനകത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ് എവിടെയും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ക്വിക്കറായിട്ടുള്ള ഒരു റിപ്പയർ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ ഇംപെർഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂട്ടേഷൻസ് ഉണ്ടാകാനുള്ള കാരണം ചിലപ്പോൾ വരാം. മ്യൂട്ടേഷൻ ഉണ്ടാകാനുള്ള സ്മോൾ ചാൻസസും ഉണ്ട്. ഇത്രയാണ് നോൺ ഹോമോലോഗസ് എൻജോയിനിങ് എന്ന് പറയുന്നത്. ഡബിൾ സ്ട്രാൻഡ് ബ്രേക്കിന് രണ്ട് തരത്തിൽ റിപ്പയർ ചെയ്യാം. ഒന്ന് ഹോമോലോഗസ്, രണ്ടാമത്തത് നോൺ ഹോമോലോഗസ് എൻജോയിനിങ്. ഹോമോലോഗസ് ആണ് ഏറ്റവും നല്ല ഒരു റിപ്പയർ മെക്കാനിസം. അതിനകത്ത് സിസ്റ്റർ ക്രോമാറ്റിഡ് യൂസ് ചെയ്ത് എക്സാക്ട് DNA കോപ്പിംഗ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് മ്യൂട്ടേഷൻസ് ഒന്നും വരാനുള്ള ഒരു ചാൻസസും ഇല്ല. പക്ഷേ നോൺ ഹോമോലോഗസ് ഒരു ക്വിക്കർ